ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കില്ലേ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഉണ്ടെങ്കിൽ എന്താ ചിക്കൻ കറി എന്നല്ല പറഞ്ഞല്ലോ, ചിക്കൻ കറി നമുക്കെല്ലാം ഉണ്ടാക്കാറിയും തന്നെയല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല, സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനും വേണ്ടിയിട്ടില്ല ഞാൻ പ്രസ്റ്റീജിൻ്റെ പുതിയൊരു കുക്കർ തന്നെ അടുപ്പത്ത് വെച്ചിന് നമ്മൾ ബോണി ചിക്കൻ കറി തന്നെ ഉണ്ടാക്കാം. അത് ചിക്കൻ കറി സാധാരണ കറിയല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനും വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ല ചൂടാകുമ്പോൾ കറിവേപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പ്രോട്ടീൻ പൗഡറെല്ലാം നമ്മളിതിടെ റെഡിയാകുന്നുണ്ട് ടിന്നിലെല്ലാം വെച്ചിട്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. ഓക്കെ, എന്നിട്ട് നീരുള്ളി ഇട്ട് കൊടുത്തിട്ടില്ലേ, നീരുള്ളി നല്ല ഗോൾഡൻ കളറാകുമ്പോൾക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ടിട്ടതിന് ശേഷം ഇല്ലേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ടിട്ടായിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നില്ല, ഒരു ഇത്തിരി ചിക്കനാണ്, അതുകൊണ്ട് തന്നെ പകുതി മതി മസാലൻ്റെ. പക്ഷേ നിങ്ങൾ 2 kg ചിക്കൻ അല്ലാന്ന് ഉണ്ടാക്കുന്നെങ്കിൽ ഇല്ലേ ഈ പാക്കറ്റ് ഫുള്ള് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചിക്കൻ ഇട്ടിട്ടതിന് ശേഷം 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചിക്കനും മട്ടനും ബീഫെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതലിട്ടെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്. തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കുറച്ച് കൂടുതലിടണം, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഞാനിതാ 2 സ്പൂൺ നമ്മളെ ഖദീജ മിക്സില്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഇല്ലേ നല്ല തിളച്ച വെള്ളം കൂട്ടിയിട്ട് നല്ല ഭാഗം മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം കുക്കർ അടിച്ച് വെക്കാം. ഓക്കെ, കുക്കർ അടിച്ചിട്ട് 2 വിസിലായിട്ട്. ഞാനിത് കുക്കറിൽ ഉണ്ടാക്കുന്ന എന്തിനറിയാം, നമുക്ക് പെട്ടെന്ന് റെഡിയാണോ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ തേങ്ങയെല്ലാം കിട്ടാതൊരു സാഹചര്യം ഇല്ല, അധികം തേങ്ങക്കെല്ലാം ഭയങ്കര അല്ലേ. അതുകൊണ്ട് തന്നെ ഇല്ല നമ്മളെപ്പോലെ തേങ്ങ ഇല്ലാത്തവർക്കെല്ലാം ഭയങ്കര എളുപ്പമാണ് ഈ മിക്സ്. ഈ ഖദീജ മിക്സിനെ കുറിച്ചിട്ട് വലിയ പറയേണ്ട ആവശ്യമില്ല, ഒരു വക ഇപ്പോൾ ഫുള്ള് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ടേസ്റ്റ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ട് തരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പിലെല്ലാം അവൈലബിൾ ആണെന്ന് പറയും ഈ പൗഡർ. ഇതിപ്പോൾ ചിക്കൻ കറി മാത്രമല്ല ഓർത്ത്, അപ്പോൾ ചിക്കൻ സുക്ക മിക്സ് ഉണ്ട്, ബീഫ് പള്ളിക്കറി മിക്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല ചൂട് പത്തലും ചിക്കൻ കറിക്കുമാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെയൊക്കെ ഒരു കട്ടൻ ചായയെല്ലാം കൂട്ടിയിട്ട് കഴിക്കാനില്ലേ ആ മക്കളെ പൊള്ളി ടേസ്റ്റാന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കിയിട്ട് ടേസ്റ്റ് ആക്കിയിട്ട് നോക്ക്. ഇപ്പം നമുക്കില്ലേ വേറെ എന്തും ആവശ്യമില്ല, മഞ്ഞളിടണ്ട, മുളക് പൊടി ഇടണ്ട, മല്ലി ഇടണ്ട, ഒന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളി തക്കാളി പച്ചമുളക് മല്ലി ഇട്ടെങ്കിലേ നമ്മളെ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡിയാണ്. പൊറോട്ടക്ക് പത്തലിന് പൂരിയുടെ കൂടെ കഴിക്കാനില്ല നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ബീഫ് പള്ളിക്കറി എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ ടൈമേ കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാ അത് ഉണ്ടാക്കിയില്ല ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇനി എന്തായാലും ഞാൻ യൂസ് ആക്കുന്നത് ഖദീജ തന്നെ. ഇനി എടുത്ത് പറയാനുള്ള എന്താ പറയുക, എൻ്റെ ഉമ്മാൻ്റെ പേര് ഖദീജ തന്നെ, എൻ്റെ മാപ്പിളുടെ ഉമ്മാൻ്റെ പേരും ഖദീജ തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ സ്പെഷ്യലായിട്ടൊരു ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഈ പൗഡറോട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയതില്ലേ ചിക്കൻ കറി മിക്സിലാണ്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.